ഹലോ ഗൈസ്, അവധി കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത്തത്തിൻ്റെ ദിവസമാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇന്ന് പൂക്കളിട്ട് തുടങ്ങണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ട് പൂക്കളിടാനായിട്ട്. അപ്പോൾ കുട്ടാപ്പ് എണീറ്റിട്ടില്ല, ഉറങ്ങുകയാണ്. കുട്ടാപ്പിന് അറിയില്ല ഇന്ന് തൊട്ട് പൂക്കളം ഇടുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം സർപ്രൈസായിട്ട് കുട്ടാപ്പിനെ പോയി വിളിക്കണമെങ്കിൽ. തൊണ്ടയ്ക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്, ചുമയാണ്. അതുകൊണ്ടാണ് ശബ്ദത്തിന് ഭയങ്കര വ്യത്യാസം തോന്നുന്നത്. അപ്പോൾ നമ്മളിത് ആ മുറ്റത്തൊക്കെ അടിച്ച് വാരി പൂക്കൾ നേരിട്ട് ഇടാണ്. ചാണകം മെഴുകാറില്ല കേട്ടോ, നേരിട്ട് തന്നെയാണ് പൂക്കളിട്ട് തുടങ്ങാറ്. തിരുവോണത്തിന് മാത്രമാണ് പൂക്കൾ വാങ്ങിക്കാറുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അടുത്തുള്ള പൂവും കായും ഇലയൊക്കെ പറിച്ച് ഇടും. ഞങ്ങളുടെ പൂക്കളത്തിൽ പൂവ് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇലയും കായും അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഷേപ്പ് ഒന്നും നോക്കണ്ട, ഒരു വിധത്തിൽ അങ്ങോട്ട് ഒപ്പിച്ചിട്ടൂന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുട്ടാപ്പൂനെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ കുട്ടാപ്പൂന് സർപ്രൈസായിട്ട് തന്നെ നമ്മൾ കാണിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ ഒരു മോളിൽ മാത്രമേ ഉണ്ടായുള്ളൂ, വലിയ രീതിയിൽ സർപ്രൈസ് ഒന്നും ആയില്ല ചെക്കൻ. അപ്പോൾ ഇന്ന് അത്തം മാത്രമല്ല, കുട്ടാപ്പൂൻ്റെ എക്സാമൊക്കെ തലേദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെലിബ്രേഷനാണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കിച്ചണിലത്തെ പണികളൊക്കെ ഞാൻ വേഗം തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടാപ്പൂന് ഇന്ന് പുലിക്കളി ഉണ്ട് സ്കൂളിൽ. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് സെറ്റ് ചെയ്യണം. പിന്നെ അതാ കുട്ടാപ്പൂന് ഇന്ന് ഇടാനുള്ള ഡ്രസ്സാണ്. ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ, ജുബ്ബയും അതുപോലെ തന്നെ പാൻറ്റും. നമ്മളിത് വിസ്മയെന്നാണ് ഈ ഡ്രസ്സ് പുലിയുടെ റെൻറ്റിന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മടക്കി എടുത്ത് വെച്ച് ബാഗിൽ വെച്ച് കൊടുക്കാനാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മാസ്കും ഇതിനോടൊപ്പം തന്നെ റെൻറ്റിന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ അവിടേക്ക് പൂക്കളിടാനായിട്ട് പൂക്കൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂളിലേക്ക്. അപ്പോൾ പൂക്കളൊക്കെ നമ്മൾ തലേദിവസം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ബാഗ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് കുട്ടാപ്പിനെ കുളിപ്പിച്ച് റെഡിയാക്കണം, ഫുഡൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അതാണ് ഇത്തിരി പണിയുള്ളത്. കാരണം ചെക്കൻ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണ രീതിയാണ് ചെക്കന്. അങ്ങനെ അവനൊന്ന് സൈലൻ്റായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ഞാൻ വേഗം പോയി തലയിൽ എണ്ണയൊക്കെ തേപ്പിച്ച് കുറച്ച് നേരം അങ്ങോട്ട് ഇരുത്തി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നേരം അവൻ എണ്ണ ഇട്ട് ഇരുന്നോളും. കാരണം വെച്ചാൽ അവൻ ഈ സമയത്താണ് പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതും അവൻ്റേതായ സൈക്കിൾ ഓടിക്കലും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്താണ്. അപ്പോൾ കുറച്ച് നേരം അടങ്ങി ഇരുന്നോളും. പിന്നെ വേഗം നമ്മൾ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് പോയി കുളിപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റാണ് പോകാനായിട്ട്. കാരണം അവൻ പുലിക്കളിയിലുണ്ടല്ലോ. അപ്പോൾ ഇത്രയും കൂടിയും അവന് എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകാൻ പോകണമെന്നുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടാപ്പു റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് കുട്ടാപ്പുൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ കുട്ടാപ്പൂൻ്റെ വണ്ടി വന്നു. അപ്പോൾ നമ്മൾ വേഗം വണ്ടിയിലൊക്കെ കയറ്റി വിട്ടു, കാരണം സമയം ആയിട്ടുണ്ട് പോകാനായിട്ട്. അങ്ങനെ അവനെ സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ കുട്ടാപ്പൂൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് ടീച്ചർ അയച്ചിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടി പുലി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്